നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും പല വിധത്തിലുള്ള സംശയമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ സ്ഥാപനങ്ങൾ NQASൽ എത്തിപ്പെടാൻ കഴിയുന്നത്? NQAS നേടുക എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ വളരെ ബുദ്ധിമുട്ടല്ലേ? ധാരാളം സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസുകളെല്ലാം നമുക്ക് റെഡിയാക്കാനുണ്ട്. അതുകൂടാതെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഇട്ടേണ്ട കുറെ റിക്വയർമെന്റ്സ് അതുണ്ട്, അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം എങ്ങനെ നേടാം? അതുകൂടാതെ സർവീസസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് നമുക്ക് അപ്രോച്ചബിൾ ആണോ? അങ്ങനെ ധാരാളം സംശയങ്ങളുണ്ട്. NQASന്റെ ചെക്ക് ലിസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഒരു അറ്റംപ്റ്റ് എന്ന നിലയിൽ എല്ലാവരും അത് സ്കോർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. നോക്കിയപ്പോൾ നമുക്ക് പല പാർട്ടുകളും ഇത് നേടാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് ഇത് എത്തുന്നുണ്ടോ? പ്രത്യേകിച്ചും ഏരിയ ഓഫ് കൺസേൺ Fൽ വരുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ പാർട്ട് തുടങ്ങിയവയൊക്കെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. വളരെ ചെറിയ ചെക്ക് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് ഒരൊറ്റ ചെക്ക് ലിസ്റ്റേ ഉള്ളൂ അല്ലേ, ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് നേടാം. പക്ഷെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. എന്നാലും അതെങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് നിന്ന് NQASലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിലൂടെ പറയുന്നത്. ക്വാളിറ്റിയെ കുറിച്ച് മുഴുവനായിട്ട് പറഞ്ഞാല്, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെന്റ് ആണ്. അത് ഒന്നിച്ച് നേടാൻ കഴിയുന്നതല്ല. ആ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇപ്പോ നമ്മുടെ ലെവൽ എത്രയാണ് എന്ന് നമ്മൾ അത് അളന്ന് തന്നെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ക്വാളിറ്റി ഈസ് ആൾ അബൌട്ട് ഇംപ്രൂവ്മെന്റ് ആൻഡ് മെഷർമെന്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇപ്പോൾ ഏത് ലെവലിൽ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മുന്നിലേക്ക് പോകാൻ കഴിയൂ. അതാണ് ആദ്യം നമ്മളെ മനസ്സിൽ കരുതേണ്ടത്. ഇഫ് യു കാൻ മെഷർ സംതിങ് യു കാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. If you can understand it, you can control it. If you can control it, you can improve it എന്നാണ് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനെ NQASലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഒരു ക്വാളിറ്റി ടീം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഫോർമേഷൻ ഓഫ് ക്വാളിറ്റി ടീം അറ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. ക്വാളിറ്റി ടീം ഫെസിലിറ്റി ലെവലിൽ രൂപീകരിക്കുന്നതിന് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ടീം തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അധികമായി വന്ന ഒരു ജോബ് കാറ്റഗറിയാണ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ആ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാരായ മൾട്ടിപർപ്പസ് വർക്കറിൽ വരുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, JHI ഇവരടങ്ങിയ ഒരു ടീം ഇൻക്ലൂഡിംഗ് ആശാ വർക്കറാണ് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനെ മോണിറ്റർ ചെയ്യുന്നതിന് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം സൂപ്പർവിഷനും കിട്ടുന്നു. ഈ എല്ലാ സൂപ്പർവൈസേഴ്സിനെയും അവിടുത്തെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഉൾപ്പെടുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ടീമിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്ഥാപനത്തിൽ ഒരു ക്വാളിറ്റി ടീം ആദ്യമായിട്ട് രൂപീകരിക്കേണ്ടത്. ക്വാളിറ്റി ടീം രൂപീകരിക്കുമ്പോൾ ആശാ വർക്കർമാരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. 1 or 2 ആശാ വർക്കേഴ്സിനെ ആ ടീമിൽ ഉൾപ്പെടുത്തിയായിരിക്കണം ക്വാളിറ്റി ടീം രൂപീകരിക്കേണ്ടത്. ആ ക്വാളിറ്റി ടീമിന്റെ നോഡൽ ഓഫീസറായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫീസറായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് MO ഇൻ FHC. കേരളത്തിലെ PHCകളെല്ലാം FHC ആയി കൺവേർട്ട് ചെയ്തു. അപ്പോൾ MO ഇൻ FHC എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഈ ടീമിന്റെ മൊത്തം ഫെസിലിറ്റേഷൻ കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ MO ഇൻചാർജിനാണ്, അതായത് കൺസേൺഡ് ഫാമിലി ഹെൽത്ത് സെന്ററിലെ MO ഇൻചാർജാണ്. ക്വാളിറ്റി ടീം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പല ടീമുകളും ആശുപത്രി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ രൂപീകരിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റ് ടീമുകളാണ് അല്ലെങ്കിൽ മറ്റ് കമ്മിറ്റികളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ ടീമിനെ ഉൾപ്പെടുത്തി ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും രൂപീകരിക്കുക. അതിനൊപ്പം തന്നെ വേണ്ട സപ്പോർട്ട് MO ഇൻ FHCയും FHCയിലെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ചാർജുള്ള നഴ്സിനും ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നതിനും FHCയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ഒരു ടീം രൂപീകരിക്കാവുന്നതാണ്.
ഏറ്റവും പ്രധാനം NQASലേക്ക് പോകുമ്പോൾ ഫോർമേഷൻ ഓഫ് ക്വാളിറ്റി ടീം അറ്റ് HWC എന്നാണ്. ക്വാളിറ്റി ടീം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ക്വാളിറ്റി ടീം ഒരു ഓഫീസ് പ്രൊസീഡിങ്സ് ആയിട്ട് തന്നെ രൂപീകരിക്കേണ്ടതുണ്ട്. അവസാനം പറഞ്ഞതുപോലെ ദ ടീം ടു ബി ഫെസിലിറ്റേറ്റഡ് ബൈ MO ഇൻ FHSC ആണ്. അപ്പോൾ അവിടുത്തെ ഓഫീസ് പ്രൊസീഡിങ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ FHSCയിൽ നിന്ന് ചെയ്തു തരുന്ന വിധത്തിൽ ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ടീം ഓഫീസ് പ്രൊസീഡിങ്സ് പ്രകാരം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ക്വാളിറ്റി ടീമിലുള്ള മെമ്പേഴ്സ് ആരെന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കണം. ഓരോ മെമ്പേഴ്സിന്റെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കണം. ഈ ടീം മെമ്പേഴ്സിനെല്ലാം തന്നെ ഈ ഓഫീസ് പ്രൊസീഡിങ്സ് സർക്കുലേറ്റ് ചെയ്തിരിക്കുകയും വേണം. എങ്കിലേ പ്രോപ്പർ ആയിട്ട് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ക്വാളിറ്റി ടീം ആ സ്ഥാപനത്തിൽ രൂപീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ക്വാളിറ്റി ടീമിനോടൊപ്പം തന്നെ അവിടെ രൂപീകരിക്കുന്ന നമുക്ക് ആ ചെക്ക് ലിസ്റ്റിൽ ഓരോ പാർട്ടുകൾ വരുമ്പോഴേക്കും, ഓരോ ഏരിയ ഓഫ് കൺസേൺസ് വരുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട് വേണ്ട ഓഫീസ് പ്രൊസീഡിങ്സുകളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അത് പ്രകാരം ടീമുകൾ രൂപീകരിക്കുമ്പോഴെല്ലാം തന്നെ കൃത്യമായിട്ട് ഓഫീസ് ഉത്തരവുകളാലായിരിക്കണം ഇത് രൂപീകരിക്കേണ്ടത്. രൂപീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ജോലി സ്വഭാവങ്ങളും ഉണ്ടാകുന്ന വിധത്തിൽ അവിടെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിരിക്കണം. രണ്ടാമത്തേതാണ് ഓറിയന്റേഷൻ ഓഫ് ക്വാളിറ്റി ടീം അറ്റ് HWC. HWCയിലെ ക്വാളിറ്റി ടീമിന് ഈ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ നൽകിയിരിക്കണം. ക്വാളിറ്റി ടീമിലെ എല്ലാ മെമ്പേഴ്സും NQAS പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിലെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് അസസ്മെന്റ് നടത്തുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അസസ്മെന്റ് നടത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ സ്കോറിംഗ് സിസ്റ്റം, നേരത്തെ പറഞ്ഞതുപോലെ മെഷർമെന്റ് നടത്തണം അല്ലെ. വിത്തൗട്ട് മെഷറിംഗ് ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്വാളിറ്റിയിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ സ്കോറിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷ്വറൻസ് യൂണിറ്റും അതുകൂടാതെ അവിടുത്തെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർക്കും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ചെയ്യുന്ന സന്ദർഭത്തിൽ MO ഇൻ FHSC എന്നുള്ള പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് MO FHSC. ഓറിയന്റേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ആണ് വളരെ പ്രാധാന്യമായിട്ട് വരുന്നത്. ട്രെയിനിങ്ങിന് ഡിസൈഡ് ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ടും ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ട്രെയിനിങ് സെഷനിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായിട്ടുണ്ടായിരിക്കണം. കൃത്യമായ രേഖപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കണം. അതിനൊരു ട്രെയിനിങ് രജിസ്റ്റർ തന്നെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തലുകളിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ടോപ്പിക് അവിടെ ട്രെയിനിങ് കൊടുത്തതെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്ത പോപ്പുലേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് ആരൊക്കെയായിരുന്നോ എന്നുണ്ടായിരിക്കണം. ആരാണ് ഈ ട്രെയിനിങ് ഫെസിലിറ്റേറ്റ് ചെയ്തത് എന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. NQASുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ HWC ടീം മെമ്പേഴ്സിന് കിട്ടിയിരിക്കണം. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ട്രെയിനിങ്ങിന് നമുക്ക് ബ്ലോക്ക് ലെവലിൽ നിന്നും ഹെൽപ്പ് തേടാവുന്നതാണ്. അതുകൂടാതെ ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷ്വറൻസ് യൂണിറ്റിൽ നിന്നും ഹെൽപ്പ് തേടാവുന്നതാണ്. ട്രെയിനിങ് നടത്തി കഴിയുമ്പോഴേക്കും എല്ലാ ജീവനക്കാരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ HWCയിലെ ടീം മെമ്പേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന് നമ്മുടെ ട്രെയിനിങ് അറ്റൻഡൻസ് ഉപയോഗിക്കാം. ട്രെയിനിങ്ങിൽ ഉറപ്പായിട്ടും NQASയിലേക്ക് എത്തേണ്ട ആ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തരും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ക്വാളിറ്റി ടീം ഫോം ചെയ്യുക. രണ്ടാമത് ഈ ഫോം ചെയ്ത ടീമിന് ആവശ്യമായിട്ടുള്ള ഓറിയന്റേഷൻ, നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ട്രെയിനിങ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ട്രെയിനിങ് കലണ്ടറും പ്രിപ്പയർ ചെയ്യാം. വീക്കിലി എന്തൊക്കെ ട്രെയിനിങ് ആണ് ഓരോ വീക്കിലും, അല്ലെങ്കിൽ ഏത് വീക്ക് ഡേയിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി വരുന്ന വിധത്തിൽ ഒരു ട്രെയിനിങ് കലണ്ടറും പ്രിപ്പയർ ചെയ്ത് ആ കലണ്ടർ പ്രകാരം നമുക്ക് ട്രെയിനിങ് കൊടുത്താൽ കുറച്ച് എഫക്റ്റീവായിട്ട് എല്ലാവരിലും ഈ കണ്ടന്റ് എത്തുന്നതായിരിക്കും.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഷുവർ മന്ത്ലി ക്വാളിറ്റി മീറ്റിംഗ്സ്. ക്വാളിറ്റി ടീം രൂപീകരിച്ചു കഴിഞ്ഞു അല്ലേ? ഓഫീസ് ഉത്തരവ് പ്രകാരം ആരൊക്കെയാണ് ടീം മെമ്പേഴ്സ്, ആരൊക്കെയാണ് ഇതിൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയും നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ടീം മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടി ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവലോകനം നടത്തണം. Quality team will conduct monthly meeting to discuss their status of implementation and record their proceedings. ഇതിൽ പ്രധാനമായിട്ടും മിനിറ്റ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. മിനിറ്റ്സ് എഴുതുമ്പോഴേക്കും സാധാരണ ഒരു റിക്കോർഡിക്കൽ മിനിറ്റ്സ് എഴുതുന്ന വിധത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. എന്നാണ് കമ്മിറ്റി കൂടിയത്, ഡേറ്റ്, ടൈം, അതുകൂടാതെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൽ അറ്റൻഡ് ചെയ്തത്, ഈ മീറ്റിംഗിന്റെ അജണ്ട എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ടും ആദ്യത്തെ പോർഷനിൽ വരണം. അത് കഴിഞ്ഞിട്ടാണ് അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തേണ്ടത്. തീരുമാനങ്ങളിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസം നടത്തി ക്വാളിറ്റി അസസ്മെന്റ് നടത്തി, ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തി, അതിന്റെ സ്കോർ ഇത്രയായിരുന്നു, അതിലെ ഗ്യാപ്പ് ഇത്രയുണ്ടായി, ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിന് ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള തടസ്സം എന്നതാണ്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം മിനിറ്റ്സ് എഴുതേണ്ടത്. ഇത് ക്വാളിറ്റി മിനിറ്റ്സ്. അതുകൂടാതെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മിനിറ്റ്സും വേണം. അതിൽ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന വിധത്തിൽ. കമ്മിറ്റി കൂടുമ്പോൾ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരിക്കുക. എംഒ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കമ്മിറ്റിക്കും വന്നെങ്കിൽ മാത്രമേ കമ്മിറ്റി കൂടാവോ എന്ന്. ഇല്ല. ആ FHSCയുടെ എംഒയ്ക്ക് 5ഓ 6ഓ സബ് സെന്ററുകൾ കാണും. എല്ലാ കമ്മിറ്റിക്കും എല്ലാ സബ് സെന്ററിലും വരണം എന്ന് ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കില്ല. അങ്ങനെ ഒരു സന്ദർഭത്തില് ഓൺലൈൻ വഴി നമുക്ക് എൻമോയുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഈ കമ്മിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. കമ്മിറ്റി കൃത്യമായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്ന ദിവസത്തിൽ തന്നെ കൂടാൻ ശ്രമിക്കേണ്ടതാണ്. ടീമിലെ HWC ടീം മെമ്പേഴ്സ് എല്ലാം അതിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. അതുകൂടാതെ നമുക്കറിയാം HWCയുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. സൂപ്പർവൈസേഴ്സിന് ഓരോ സബ് സെന്ററിലും ഓൾട്ടർനേറ്റ് ആയിട്ടെങ്കിലും വരാൻ പറ്റുന്ന വിധത്തിൽ കമ്മിറ്റി അറേഞ്ച് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഈ ക്വാളിറ്റി പ്രോസസ്സിനെ കൊണ്ടുപോകാൻ കഴിയും. മൂന്നാമത്തെ പാർട്ടാണ് ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസ്. നമ്മൾ ആദ്യം ഒരു ടീം ഫോം ചെയ്തു. ടീമിൽ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് അതിനനുസരിച്ച് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമായ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തി. ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തി കഴിഞ്ഞിട്ട് കമ്മിറ്റി കൃത്യമായിട്ട് കൂടി ഇതിന്റെ അവലോകനവും നടത്തി. ഇനിയാണ് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ രണ്ടാമത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. നമുക്കറിയാം ഓവർവ്യൂ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം എന്നുള്ളതിൽ നമ്മുടെ സ്റ്റേറ്റ് ക്വാളിറ്റി ഓഫീസറായ ലക്ഷ്മി മാഡം തന്നെ വിശദമായിട്ട് പറഞ്ഞു തന്നു. NQASന്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, അതിലെ മെഷറബിൾ എലമെന്റ്സ് എങ്ങനെയാണ്, അതിലെ ചെക്ക് പോയിന്റുകൾ എങ്ങനെയാണ്, ഓരോ ചെക്ക് പോയിന്റും എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അതിന്റെ സ്കോറിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ സ്ഥാപനത്തിലും നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസ് നടത്തേണ്ടത്. NQASന്റെ HWCയുടെ ചെക്ക് ലിസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. 2 ചെക്ക് ലിസ്റ്റ് നമുക്കിപ്പോൾ നിലവിലുണ്ട്. 7 പാക്കേജസിന്റെയും 12 പാക്കേജസിന്റെയും. നമ്മൾ മിനിമം 7 പാക്കേജസ് എങ്കിലും പോകണം എന്നാണ് പറയപ്പെടുന്നത് അല്ലെ? നാഷണലിൽ നിന്നുള്ള നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. അപ്പം നമ്മൾ 7 പാക്കേജസിന്റെ ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അസസ്മെന്റിന് നോക്കുന്നത്. ആ 7 പാക്കേജസിന്റെ ചെക്ക് ലിസ്റ്റ് എടുത്താണ് അസസ്മെന്റ് നടത്തുന്നതെങ്കിൽ ആ ചെക്ക് ലിസ്റ്റിലെ ഓരോ ഏരിയ ഓഫ് കൺസേണും ഓരോ സ്റ്റാൻഡേർഡ്സും ഓരോ മെഷറബിൾ എലമെന്റും ഓരോ ചെക്ക് പോയിന്റും കൃത്യമായിട്ട് തന്നെ അസസ് ചെയ്യണം. അസസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ നില മനസ്സിലാക്കാൻ കഴിയൂ അല്ലെ? ആദ്യം നമ്മൾ പറഞ്ഞു ക്വാളിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ലേ? അത് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ നില എത്രത്തോളം ആണെന്ന് നമ്മൾ ആദ്യം അസസ് ചെയ്യണം.
പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ അസസ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ വർക്ക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൂടാതെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ ഈ ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസിലാണ് ചെയ്യുന്നത്. 1-2 ഉദാഹരണങ്ങളും കൂടി നമുക്ക് നോക്കി പോകാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. മാസത്തിൽ ഒരിക്കൽ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ മാസത്തിൽ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടായിരിക്കണം. ഇതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം NHM-ല് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഫീഡ്ബാക്ക് ഫോം സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട്. OPD-ക്ക് ചെയ്യുന്നത് അത് ഉപയോഗിച്ചാലും മതിയായിരിക്കും. നമുക്കിവിടെ ഒരു സംശയം വരും, OP ടിക്കറ്റ് എഴുതി പേഷ്യന്റിനെ നോക്കുന്നില്ലല്ലോ എന്ന്. OP ടിക്കറ്റ് എഴുതിയില്ലെങ്കിലും നമ്മൾ സ്ലിപ്പ് വഴിയാണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ വരുന്ന ഓരോ ക്ലയന്റിനും നമ്മൾ സ്ലിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. കുറഞ്ഞത് 30 OPD പേഷ്യൻസിന്റെ എങ്കിലും PSS കളക്ട് ചെയ്ത് അനാലിസിസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ലോവസ്റ്റ് സ്കോറിംഗ് ഏതിനായിരുന്നോ അതിനെ കൃത്യമായി അനാലിസിസ് ചെയ്ത് ആ ലോവസ്റ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എടുക്കണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ PSS അനാലിസിസ് ചെയ്ത് നമുക്ക് ചില ആട്രിബ്യൂട്ട്സിൽ വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഇതായിരിക്കണം നമ്മുടെ ക്വാളിറ്റി മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ലോവസ്റ്റ് സ്കോർ ഉണ്ടായത്? രണ്ടാമത്തത്, നമ്മുടെ സ്ഥാപനത്തിന് കൃത്യമായിട്ടൊരു ക്വാളിറ്റി പോളിസി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ക്വാളിറ്റി പോളിസി നമുക്കറിയാം, പല സ്ഥാപനങ്ങൾക്കും നമ്മൾ നാഷണൽ ലെവലിലെ തന്നെ ചെയ്തു പോകുന്നതാണ്. അതിലൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ ക്വാളിറ്റി പോളിസിയാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. Health and Wellness Center endeavor to deliver safe, effective, efficient, accessible, free of cost, comprehensive services to its beneficiaries, keeping focus on providing patient-centric quality care within the available resources എന്നാണ്. അതൊരു ക്വാളിറ്റി പോളിസി പല സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ലിങ്ക് ചെയ്ത് വരുന്ന വിധത്തിലുള്ള ക്വാളിറ്റി പോളിസികളാണ് എഴുതി വെച്ചേക്കുന്നത്. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി ഒബ്ജക്റ്റീവിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കണം. നമ്മുടെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് എല്ലാം തന്നെ സ്മാർട്ട് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവ് ഇതാണ് എന്ന് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കരുത്. ക്വാളിറ്റി ഒബ്ജക്റ്റീവ് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പേ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നത് സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് ക്വാളിറ്റി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഗോൾ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. മെഷറബിൾ ആയിരിക്കണം. അതായത് ഇത് കൃത്യമായിട്ട് നമുക്ക് അളന്ന് നോക്കാൻ അല്ലെങ്കിൽ അത് നോക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വാല്യൂ ഉള്ളതായിരിക്കണം. അച്ചീവബിൾ ആയിരിക്കണം. നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നേടാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരിക്കണം. റിയലിസ്റ്റിക് ആയിരിക്കണം. ഇത് ടൈംലി, അതായത് നമുക്കൊരു ടൈം ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ഫ്രെയിമിനകത്ത് നിന്ന് ഇത് നേടാൻ കഴിയും എന്നുള്ള വിധത്തിലായിരിക്കണം. ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ടു ഇൻക്രീസ് ദ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ പോപ്പുലേഷൻ എബോവ് ഏജ് ഓഫ് 30 ഫ്രം, അത് നമ്മുടെ സ്ഥാപനത്തിന്റെ അനുസരിച്ച് നമുക്ക് പെർസെൻറ്റേജ് പറയാം. പെർ മന്ത് ടു ഇന്ന പെർസെൻറ്റേജ് പെർ മന്ത് ബൈ ഇന്ന മാസം 2024. അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ മാർച്ചായി, നമ്മൾ സെറ്റ് ചെയ്യുന്നത് 3 മാസത്തേക്കാണെങ്കിൽ ജൂലൈ 2024 നമ്മുടെ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് പോപ്പുലേഷൻ ഇന്ന പെർസെൻറ്റേജിൽ നിന്നും ഇത്ര പെർസെൻറ്റേജിലേക്ക് നമ്മൾ ഉയർത്തുന്നു. അതൊരു ക്വാളിറ്റി ഒബ്ജക്റ്റീവ് ആണ്. ഈ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ. നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്പെസിഫിക് ആയിരിക്കണം.
ഒരു ഡാറ്റ വേണം. നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്ന സ്ക്രീനിങ് പെർസെന്റേജ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പോരാ, ഇതിൽ നിന്ന് ഉയർത്തണം എന്ന് നമുക്ക് അറിയാൻ കഴിയൂ. ഫീമെയിൽ പോപ്പുലേഷൻ, ആവറേജ് പോപ്പുലേഷന്റെ 30 വയസ്സുള്ളവരിൽ നമ്മൾ ഏകദേശം 5% സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് അല്ലേ? പോരാ, നമുക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ള ഡാറ്റയ്ക്കനുസരിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടത്. വേറൊരു ഉദാഹരണം പറയാം. NCD ഡ്രോപ്പ് ഔട്ട് കേസുകളാണ് ധാരാളം ഉള്ളതല്ലേ? ട്രീറ്റ്മെന്റ് കംപ്ലൈൻസ് പ്രോപ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത. അപ്പൊ നമ്മുടെ കയ്യിൽ NCD ഡ്രോപ്പ് ഔട്ട് കേസസ് അല്ലെങ്കിൽ NCD കറക്റ്റ് ഫോളോ അപ്പിന് വരാത്ത കേസുകൾ എത്രയാണ് എന്നുള്ള ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫോളോ അപ്പ് ഇൻക്രീസ് ചെയ്യാൻ കഴിയൂ. ഇത്തരത്തിൽ കൃത്യമായിട്ട് ഡാറ്റ ഉള്ളതും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുമായിരിക്കണം ക്വാളിറ്റി ഒബ്ജക്റ്റീവുകൾ സെറ്റ് ചെയ്യേണ്ടത്. ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ടൈം ഫ്രെയിം വെച്ച് തന്നെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഇതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അടുത്തത് ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ്. ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സും അതുപോലെയാണ്. ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് ഏരിയ ഓഫ് കൺസേൺ Hൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന്. ആ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ മന്ത്ലി ബേസിസിലാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. ഈ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് മന്ത്ലി ബേസിസിൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റയാണ് വേണ്ടത്. ഈ ഡാറ്റ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കളക്ഷൻ നടത്തിയിരിക്കണം. ഡാറ്റ കളക്ഷൻ കൃത്യമായിട്ട് നടത്തിയിരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാമത്തെ സെഷനിൽ എങ്ങനെയാണ് അസസ്മെന്റ് എന്ന് പറഞ്ഞു. അതില് OB ഒബ്സർവേഷൻ, രണ്ടാമത്തെ RR റെക്കോർഡ് റിവ്യൂ, മൂന്നാമത്തെ സ്റ്റാഫ് ഇന്റർവ്യൂ, നാലാമത്തെ പേഷ്യന്റ് ഇന്റർവ്യൂ, കമ്മ്യൂണിറ്റി ഇന്റർവ്യൂ ഉണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ. അപ്പൊ നമ്മുടെ RR പാർട്ട് ഇവിടെ വളരെ കറക്റ്റ് ആയിരിക്കണം. RR പാർട്ടിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. റെക്കോർഡ് റിവ്യൂ എന്നാണ് പറയുന്നത്. റെക്കോർഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ വെറുതെ രജിസ്റ്ററുകൾ വെക്കുക എന്നുള്ളതല്ല അർത്ഥം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റിലവന്റ് ആയിട്ടുള്ള റെക്കോർഡ് ആയിരിക്കുക എന്നേ ഉള്ളൂ. അതൊരു ഓഫീസ് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉത്തരവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത ഒരു രജിസ്റ്ററിൽ നിന്ന് ഉള്ളതായിരിക്കാം. അടുത്ത് രജിസ്റ്റർ വെക്കുമ്പോഴേക്കും ധാരാളം രജിസ്റ്ററുകൾ വെക്കല്ലേ. ഒരു രജിസ്റ്ററിനകത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഡാറ്റ ഉൾപ്പെടുന്ന വിധത്തിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും കഴിയൂ. മന്ത്ലി ബേസിസിൽ തന്നെ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കളക്ട് ചെയ്യുക. ഈ ഡാറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, അത് അനാലിസിസ് നടത്തണം, അത് റിവ്യൂ ചെയ്യണം. നമ്മുടെ ക്വാളിറ്റി മീറ്റിങ്ങുകളിലെല്ലാം തന്നെ ഈ ഡാറ്റയെ കുറിച്ച് കൃത്യമായിട്ട് അവലോകനങ്ങളും നടത്തണം. ഉദാഹരണം നേരത്തെ പറഞ്ഞ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് തന്നെ എടുക്കാം. ജനുവരിയിൽ നമ്മൾ ഏകദേശം 20% എത്തി. അടുത്ത് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് 1% പോലും കൂട്ടാൻ കഴിഞ്ഞില്ല. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ക്വാളിറ്റി മീറ്റിംഗിൽ ഈ ഡാറ്റ പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കണം ഫെബ്രുവരിയിൽ നമുക്ക് സ്ക്രീനിങ് നടത്താൻ കഴിയാത്തത്? അവിടെ ഉണ്ടായ ബാരിയർ എന്താണ് എന്ന് ഐഡന്റിഫൈ കൂടി ചെയ്യേണ്ടി വരും. ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റകളെല്ലാം തന്നെ നമുക്ക് ഡിസ്പ്ലേ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ നമുക്ക് ഇതിനെ അനാലിസിസ് ചെയ്ത് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും അല്ലേ? പല വിധത്തിലുള്ള ഗ്രാഫിക് റെപ്രസെന്റേഷനിലൂടെയും നമുക്കിത് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഹിസ്റ്റോഗ്രാം, അല്ലെങ്കിൽ പൈ ചാർട്ട്, ബാർ ഡയഗ്രാം, അതല്ലെങ്കിൽ പെറേറ്റോ ചാർട്ട്, പല വിധത്തിലും നമുക്കിത് ഡിസ്പ്ലേ ചെയ്ത് ഇതിലെ ഡാറ്റ കൃത്യമായിട്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് കഴിയും. ഈ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ക്യാപ്ചർ ചെയ്ത് അനാലിസിസ് നടത്തുന്നതോടൊപ്പം തന്നെ ഇതിന്റെ റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റിലേക്ക് നമ്മൾ ഇത്
സെൻഡ് ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങിന് ഇത് സഹായിക്കും. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിനും ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് വർക്ക് ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം, ഈ ചെക്ക് ലിസ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, പല സ്ഥലത്തും വർക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും സ്ട്രക്ചേർഡ് പ്രോഗ്രാം എന്ന് ചില മെഷറബിൾ എലമെന്റ്സിലെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സ്ട്രക്ചേർഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കൊരു SOP തന്നെ വേണം. അതുകൂടാതെ വർക്ക് ഇൻസ്ട്രക്ഷൻ പാർട്ട് വളരെ ഈസിയാണ്. വർക്ക് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ടു പെർഫോം ദി ആക്ടിവിറ്റി എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിനെല്ലാം തന്നെ വർക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. എല്ലാ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെയും വർക്ക് ഇൻസ്ട്രക്ഷൻസ് അതാത് സൈറ്റുകളിൽ ലഭ്യമാണ്. അതേ വർക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നെ മറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലും ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ചില കാര്യങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഏകദേശം വർക്ക് ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മുടെ ആ സൈറ്റുകളിലുള്ള നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ സൈറ്റിലുള്ള വർക്ക് ഇൻസ്ട്രക്ഷൻ തന്നെ. ഒരു ഉദാഹരണം പറയാം. MCH പ്രോഗ്രാം ആക്ടിവിറ്റിയുടെ ഒരു വർക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം അല്ലേ, ആദ്യത്തേത് ഏർലി രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞ് ആന്റിനേറ്റൽ കെയർ കഴിഞ്ഞ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹൈ റിസ്ക് ആൻഡ് റെഫറൽ കേസസ്, അവർക്ക് വേണ്ട ക്ലിനിക്കൽ സർവീസസ് നൽകുന്നത്, ഇൻട്രാനേറ്റൽ കെയർ ഇൻ ഹോം ആൻഡ് ക്ലിനിക്സ്, പോസ്റ്റ്നേറ്റൽ കെയർ, ന്യൂ ബോൺ കെയർ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് അതർ ചൈൽഡ്ഹുഡ് സർവീസസ്, ഓർഗനൈസിംഗ് ഫാമിലി വെൽഫെയർ ക്യാമ്പയിൻസ്, മോട്ടിവേഷൻ ഓഫ് എലിജിബിൾ കപ്പിൾസ്, IEC ആക്ടിവിറ്റീസ്, ഇവാലുവേഷൻ ഓഫ് MCH സർവീസസ്, റെക്കോർഡിംഗ് ആൻഡ് സബ്മിഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് ഫോളോ അപ്പ്. ഇതൊരു വർക്ക് ഇൻസ്ട്രക്ഷൻ ആണ് MCH പ്രോഗ്രാം ആക്ടിവിറ്റിയുടെ. ഇതിന്റെ ആന്റിനേറ്റൽ കെയറിന്റെ മാത്രം എടുത്താലും നമുക്ക് വേറൊരു വർക്ക് ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ ചെയ്യുന്ന ആക്ടിവിറ്റിക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു വർക്ക് ഇൻസ്ട്രക്ഷനും തയ്യാറാക്കി വെച്ചിരിക്കണം. ആ വർക്ക് ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടത്. ആ വർക്ക് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും. ആ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് അസസ്മെന്റ് ആക്ടിവിറ്റീസ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ തന്നെ ക്വാളിറ്റി ടീം ഈ അസസ്മെന്റ് ആക്ടിവിറ്റി ആദ്യം കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ക്വാർട്ടർലി എങ്കിലും അസസ്മെന്റ് ചെയ്യണം. നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി ഏർലി ആയിട്ട് 2 months ഒരിക്കലെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കണം. കാരണം കൂടുതൽ സ്ഥാപനങ്ങൾക്ക് NQASലേക്ക് പോകേണ്ടതുണ്ടല്ലേ. അസസ്മെന്റ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സത്യസന്ധമായിട്ട് തന്നെ അസസ്മെന്റ് നടത്തണം. നമുക്കറിയാം, നമ്മളിപ്പോ അസസ്മെന്റ് നടത്തി, ഇത് അടുത്ത മാസം ചെയ്യാൻ കരുതിയിരിക്കുന്ന കാര്യമാണ്. അടുത്ത മാസം ചെയ്യാൻ കരുതിയതാകട്ടെ, പക്ഷേ ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ അതിന് തക്കതായിട്ടുള്ള സ്കോർ തന്നെ ഇടണം. ചെയ്യാത്ത ഒരു ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യും എന്ന പ്ലാൻ കരുതി ഫുൾ കംപ്ലൈൻസ് കൊടുക്കാൻ പാടില്ല. ചെയ്തിട്ടില്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ വരണമെങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂ. സ്റ്റാഫ് ഇന്റർവ്യൂ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിനെയാണ് നമ്മളിൽ ഒരാൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അറിയാം എന്നുള്ളൊരു ധാരണയോട് കൂടി അസസ്മെന്റ് നടത്തരുത്. ഉറപ്പായിട്ടും സ്റ്റാഫ് ഇന്റർവ്യൂവിൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ആ HWC ടീമിനോട് ചോദിച്ച് തന്നെ അസസ്മെന്റ് നടത്തണം. അത്തരം സന്ദർഭത്തിൽ സ്റ്റാഫ് ഇന്റർവ്യൂവിൽ പ്രോപ്പറായിട്ട് ആൻസർ വന്നില്ലെങ്കിൽ അടുത്ത ട്രെയിനിങ്ങിൽ നമുക്ക് പഠിപ്പിക്കാം എന്നല്ല. ഇപ്പോൾ അറിവില്ല എങ്കിൽ അത് അറിവില്ല എന്ന് തന്നെ നമ്മുടെ സ്കോറിൽ വരണം. ഫുൾ കംപ്ലൈൻസ് അവിടെ കൊടുക്കരുത്. അടുത്ത ഒബ്സർവേഷൻ. അതൊരു സിമ്പിൾ പോസ്റ്ററിന് വേണ്ടിയായിരിക്കും. ആ പോസ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞു, ഇപ്പോ നിലവിലില്ല, പക്ഷെ നെക്സ്റ്റ് മന്ത് നമുക്ക് കിട്ടും. അപ്പോ അവിടെ ഫുൾ കംപ്ലൈൻസ് ഇടാൻ പാടില്ല. ഇപ്പോ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഒബ്സർവേഷനിൽ അതില്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ സത്യസന്ധമായിട്ട് നമ്മൾ അസസ്മെന്റ് നടത്തണം. എങ്കിലേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയൂ.
ഈ അസസ്മെന്റ് സ്ഥാപനത്തിലെ ക്വാളിറ്റി ടീമാണ് ആദ്യം നടത്തേണ്ടത്. സ്ഥാപനത്തിലെ ക്വാളിറ്റി ടീം നടത്തി നമ്മുടെ സ്കോർ 70 ആണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാം. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റിന്റെ അസസ്മെന്റ് നടത്തുന്നതാണ്. അസസ്മെന്റ് നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഗ്യാപ്സ് അല്ലെ എന്തൊക്കെയാണ് ഇല്ല എന്ന് അറിയാൻ കഴിയുന്നത്. ആ ഗ്യാപ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ അസസ്മെന്റ് വളരെ കൃത്യമായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ട് ഇല്ല എന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മുടെ അസസ്മെന്റ് ചെക്ക് ലിസ്റ്റില് റിമാർക്ക് കോളത്തിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അടുത്ത് നമ്മളെ ഗ്യാപ്പ് മനസ്സിലാക്കിയാൽ ഈ ഗ്യാപ്പ് എങ്ങനെ നികത്താം, ട്രാവേഴ്സിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അനാലിസിസ് ഓഫ് അസസ്മെന്റ് ആക്ടിവിറ്റീസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ആൻഡ് ക്ലോഷർ ഓഫ് ഗ്യാപ്സ്. ഇതാണ് നമ്മള് 6ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഇതിന് ജില്ലാ ക്വാളിറ്റി ടീമിന് നല്ല വിധത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ HWC ടീമിന് ചിലപ്പോൾ ക്വാളിറ്റി ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന വിധം അറിയില്ലായിരിക്കും. ഈ പാർട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ജില്ലാ ക്വാളിറ്റി ടീമിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ആ പാർട്ട് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അനാലിസിസ് പാർട്ടും കൂടി കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ അസസ്മെന്റ് നടത്തി സ്കോറിംഗ് നടത്തുമ്പോഴാണ് നമ്മുടെ ഗ്യാപ്പ് മനസ്സിലാക്കുന്നത്. ആ ഗ്യാപ്പ് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് നടത്തണം. ഒരു ഗ്യാപ്പ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാൻഡ് വാഷിംഗ് ഏരിയയിൽ നമുക്ക് എൽബോ ടാപ്പ് ഇല്ല, അതൊരു ഗ്യാപ്പാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രകാരം എൽബോ ടാപ്പ് വേണം. ആ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്താണ് നമുക്ക് ആക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? എൽബോ ടാപ്പ് ചെയ്യുക മാത്രമേ നമുക്ക് അവിടെ ഒരു ആക്ഷൻ പ്ലാൻ നടത്താൻ കഴിയൂ. അടുത്തത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ എൽബോ ടാപ്പ് എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അങ്ങനെ വരുമ്പോഴേക്കും അതിന് നമ്മളൊരു ടൈം ഫ്രെയിം വെക്കണം. 2 months അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്. ഈ ഹാൻഡ് ഹൈജീൻ എന്നൊക്കെ പറയും നമുക്കൊരു പ്രൊലോങ്ഡ് പീരീഡ് ഗ്യാപ്പ് വെക്കാൻ പറ്റുന്ന ഒരു പാർട്ടല്ല. എത്രയും വേഗം ക്ലോസ് ചെയ്യേണ്ട ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ടൈം ഫ്രെയിമും സെറ്റ് ചെയ്യുക. ആ ഗ്യാപ്പ് ആ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് എന്ന് തന്നെ രേഖപ്പെടുത്തുകയും വേണം. ഇത്തരത്തിലായിരിക്കണം നമ്മുടെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലോസ് ചെയ്യേണ്ടത്. ഗ്യാപ്പ് അനാലിസിസിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ തന്നെ കാണും. അതുകൊണ്ടാണ് ഓരോ പാർട്ട് പറയുമ്പോഴേക്കും അതിൽ പറഞ്ഞു പോകുന്നത്. ഗ്യാപ്പ് അനാലിസിസ് ചെയ്തു നമ്മൾ ഓരോ ഗ്യാപ്പും ക്ലോസ് ചെയ്ത് വന്നു കഴിഞ്ഞ് നമ്മുടെ സ്കോർ എബോ 70% ആയി കഴിഞ്ഞാൽ അടുത്ത് സർട്ടിഫിക്കേഷൻ ആക്ടിവിറ്റീസിലാണ് പോവേണ്ടത്. സർട്ടിഫിക്കേഷൻ ആക്ടിവിറ്റിക്ക് നമ്മൾ പോകുന്നത് DQASൽ സബ്മിറ്റ് ചെയ്യുന്നു. അവിടുന്ന് സ്റ്റേറ്റ് സർട്ടിഫിക്കേഷൻ DQAS വഴി ചെയ്യും. അവിടുന്ന് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത് നാഷണൽ സർട്ടിഫിക്കേഷന് സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റ് ചെയ്യും. ആദ്യം നമ്മുടെ ഫെസിലിറ്റി ലെവലിൽ അസസ്മെന്റ് നടത്തുന്നു. ഫെസിലിറ്റി ലെവൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ അസസ്മെന്റ്, ഡിസ്ട്രിക്ട് ലെവൽ കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ അസസ്മെന്റ്, സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞാൽ നാഷണൽ ലെവൽ അസസ്മെന്റ്. അടുത്ത സ്റ്റേറ്റ് ലെവലിൽ തന്നെ നമ്മുടെ ഗ്യാപ്പുകളെല്ലാം ക്ലോസ് ചെയ്ത് എബോ 70% മാർക്ക് സ്കോർ ചെയ്യുമ്പോഴേക്കും നമ്മൾ നാഷണലിലേക്ക് പോകുന്നു. നാഷണലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നു. ആ മെത്തേഡ് എങ്ങനെയാണ് എന്നൊന്ന് പോകാം. ആദ്യം നമ്മൾ ഇന്റേണൽ അസസ്മെന്റ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്നു. അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നു. ആ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റിലേക്ക് വിടുന്നു. അവിടുന്ന് റെക്കമെൻഡേഷൻ ടു സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയാണ്. അവിടുന്ന് ആപ്ലിക്കേഷൻ NHM മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ NHSRC ആണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട അസസ്മെന്റും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. NHSRCയിൽ നിന്നാണ് അസസേഴ്സിനെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്.
അത് സന്ദർഭത്തിൽ തന്നെ നടത്തുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ SOP റിവ്യൂസും മറ്റ് റെക്കോർഡ്സ്, നമ്മുടെ KPI ഇതെല്ലാം തന്നെ അനാലിസിസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയിലും ഒപ്പം തന്നെ NHSRCയിലും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സർട്ടിഫിക്കേഷന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് റിക്വസ്റ്റ് പോകുന്നു. റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ അസസർ വന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കോറ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് സ്ഥാപനം ക്വാളിറ്റി അല്ലെങ്കിൽ NQAS അക്രഡിറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. സ്കോറിന്റെ കാര്യത്തിലും ചില ക്രൈറ്റീരിയകളെല്ലാം തന്നെ നോക്കുന്നുണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓവറാൾ സ്കോർ ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി 70% ഓർ മോർ ആയിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഈച്ച് സർവീസ് പാക്കേജ്, നമ്മൾ സാധാരണ 7 സർവീസ് പാക്കേജിനാണ് പോകുന്നത്. 7, 12 ഉണ്ട്. 12-ല് രണ്ടാമത് വരുന്ന 5 എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് സർവീസസ് ആണ്. ആ 7 സർവീസസിൽ ഓരോന്നിനും നമുക്ക് 70% ഓർ മോർ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈച്ച് ഏരിയ ഓഫ് കൺസേൺ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും 60% അതിന് മുകളിലും സ്കോർ ഉണ്ടായാൽ മതി. ഏരിയ ഓഫ് കൺസേൺ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു. ഏരിയ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് 8 ഏരിയ ഓഫ് കൺസേൺ ഉണ്ട് അല്ലേ? സർവീസ് പ്രൊവിഷൻ, രണ്ടാമത്തേതെന്ന് പറയുന്നത് പേഷ്യന്റ് റൈറ്റ്സ്, 3 ഇൻപുട്ട്, 4 സപ്പോർട്ട് സർവീസസ്, അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സർവീസസ്, 6 ഇൻഫെക്ഷൻ കൺട്രോൾ, 7 ക്വാളിറ്റി മാനേജ്മെന്റ്, 8 ഔട്ട്കം. ഈ 8 ഏരിയ ഓഫ് കൺസേണിനും ഓരോ ഏരിയ ഓഫ് കൺസേണിന് എബോ 60% കിട്ടണം. അടുത്തത് കോർ സ്റ്റാൻഡേർഡ്. കോർ സ്റ്റാൻഡേർഡ് താഴെ പറയാം. ആ കോർ സ്റ്റാൻഡേർഡുകൾക്ക് 60% അതിന് മുകളിലും ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് സ്കോർ 50% അതിന് മുകളിലും ആയിരിക്കണം. ആറാമത്തെ ക്രൈറ്റീരിയ ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് സ്കോർ 50% ആയിരിക്കണം. അതിൽ കോർ സ്റ്റാൻഡേർഡിൽ A1 എന്ന് പറയുന്നത് ഫെസിലിറ്റി പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസിന് 60% മുകളിൽ ഉണ്ടായിരിക്കണം. D3 ആയ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റിനും അതുപോലെയാണ്. ഹോസ്പിറ്റൽ ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, D5-ലെ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് ത്രൂ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, G2 പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് കോർ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഇതിനും നമുക്ക് എബോ 60% ഉണ്ടെങ്കിലാണ് അക്രഡിറ്റേഷന് പോകുന്നത്. അതിന്റെ ഇൻസെന്റിവൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഇൻസെന്റീവ് ഓഫ് Rs 18,000 per package per year will be awarded on attainment of national certification and its maintenance in subsequent years and annual submission of surveillance report എന്നാണ്. 1 year അസസ്മെന്റ് കഴിഞ്ഞാൽ ഇയർലി നമുക്ക് സർവൈലൻസ് അസസ്മെന്റും ഉണ്ട്. ആ സർവൈലൻസ് അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് എല്ലാ വർഷവും നമുക്ക് ഈ ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരിക്കും. സർവൈലൻസ് അസസ്മെന്റ് നമുക്കറിയാം സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയാണ് ചെയ്യുന്നത്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. 3 വർഷം കഴിയുമ്പോഴാണ് ഒന്നുകൂടി റീ അസസ്മെന്റിന് പോകുന്നത്. ഇതാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ സ്ഥാപനത്തിൽ കൃത്യമായൊരു ക്വാളിറ്റി ടീം ഫോം ചെയ്യുക. ക്വാളിറ്റി ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം മെമ്പേഴ്സിന് NQAS സ്റ്റാൻഡേർഡിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുക. ഓറിയന്റേഷൻ കൊടുത്ത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലെന്തൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഔട്ട്കം ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടെ അനാലിസിസ് നടത്തുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞ് സ്ഥാപനത്തിൽ ഇന്റേണൽ അസസ്മെന്റും നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക. ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. ഡിസ്ട്രിക്ട് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അവിടുന്ന് സ്റ്റേറ്റ് ക്വാളിറ്റി അഷുറൻസ് യൂണിറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നാഷണൽ ലെവൽ അസസ്മെന്റും കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ NQAS അക്രഡിറ്റഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി മാറുന്നു.